പ്രിയപ്പെട്ട കുട്ടികളെ, 10th മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിതിൽ ക്വസ്റ്റ്യൻ വിസിബിൾ ആക്കിയിട്ടില്ല, ആൻസർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട ആളുകൾ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് ചാപ്റ്റർ നെയിം ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ വേർഡ് പ്രോബ്ലംസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മേക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ഇതിൻ്റെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ചാപ്റ്റർ ചെയ്യാൻ. അപ്പോൾ മാക്സിമം മനസ്സിലാവുന്നില്ലെങ്കിൽ വേഗം എന്ത് ചെയ്യുക, മാക്സിമം ടൈംസ് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് കിട്ടും, അങ്ങനെ സോൾവ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 സെൻറ്റിമീറ്റർ. അപ്പം നിലവിൽ അവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇതിൻ്റെ സൈഡ്സ് എല്ലാം എക്സുകളാണ്. ഇതിൻ്റെ സൈഡ് ഞാൻ 2 സെൻറ്റിമീറ്റർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു സ്ക്വയർ കിട്ടും. അതിൻ്റെ സൈഡ് വരുന്നത് x-2 ആണ്. ഓക്കെ, ഇതിൻ്റെ സൈഡെല്ലാം x-2 ആണ്. ആൻഡ് ടു മേക്ക് എ സ്മോൾ സ്ക്വയർ ഇറ്റ്സ് ഏരിയ ബിക്കെയിം 81. ഇതിൻ്റെ ഏരിയ 81 ആണ്. അപ്പോൾ നമുക്ക് സംഭവം സിമ്പിളായിട്ട് ആൻസർ കിട്ടിയെങ്കിലും ഞാൻ ഈ പ്രോബ്ലം കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്മോൾ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ സ്ക്വയറാണ് ഏരിയ എന്ന് പറയുന്നത്. അതായത് സ്ക്വയറിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ സൈഡ് സ്ക്വയർ ആണ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇവിടെ സൈഡ് എന്ന് പറയുന്നത് x-2 ആണല്ലോ. സോ x-2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 81. ഏരിയ ഗിവൺ ആണ്. സോ x-2 ഈസ് ഈക്വൽ ടു √81 എന്ന് പറയാം. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ റൈറ്റ് സൈഡിൽ റൂട്ട് വരുന്നു. ദെൻ x-2 ഈസ് ഈക്വൽ ടു √81ൻ്റെ വാല്യൂ +or-9. ദെൻ ഇതൊന്ന് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. x-2 ഈസ് ഈക്വൽ ടു 9 ഓർ x-2 ഈസ് ഈക്വൽ ടു -9. ഈ വാല്യൂ നമ്മളിപ്പോൾ ഇതിൽ ചെയ്യേണ്ടതില്ല, കാരണം ലെങ്ത് ആണ്, പോസിറ്റീവേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. സോ x-2 ഈസ് ഈക്വൽ ടു 9 എന്നുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 9 + 2 ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. ശരിക്കും ഇത് ഇത്ര കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം മിക്ക പ്രോബ്ലങ്ങളും ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിച്ചോ. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം, നോക്കാം. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ദി ഏരിയ ബിക്കെയിം 49. അപ്പോൾ നിലവിലൊരു സ്മോൾ സ്ക്വയർ ഉണ്ട്, ഇതിൻ്റെ സൈഡൊക്കെ എക്സുകളാണ്. ഇനി ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ് ഇവർ, പുതിയൊരു സ്ക്വയർ ആക്കി മാറ്റിയിരിക്കുക. ഇതിൻ്റെ സൈഡൊക്കെ 1 മീറ്റർ ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ എത്രയായിട്ട് മാറി, x+1 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ കിട്ടുന്നത് 49 ആണ്, കണ്ടോ. അപ്പോൾ ഏരിയ ബിക്കെയിം 49. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ഇതിൻ്റെ ഒറിജിനൽ ആദ്യത്തേതിൻ്റെ ഏരിയ എത്ര എന്നാണ് ചോദിച്ചത്, ഇതിൻ്റെ. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തന്നിട്ടുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിക്കാം. സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഏരിയ. സൈഡ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, x+1 ദാറ്റ് ഈസ് x+1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. x+1 ഈസ് ഈക്വൽ ടു 49ൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, √49. വീണ്ടും x+1 ഈസ് ഈക്വൽ ടു 49ൻ്റെ റൂട്ട് എന്താ, +or-7. വെൻ x+1 ഈസ് ഈക്വൽ ടു +or-7 എന്ന് പറയുമ്പോൾ 7 എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവേ ഉണ്ടാവുള്ളൂ എന്ന്. സോ x ഈസ് ഈക്വൽ ടു 7 - 1. കേട്ടോ, +1 റൈറ്റ് സൈഡിൽ വന്നപ്പോൾ -1 ആയി. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 6 എന്ന് കിട്ടി. അപ്പോൾ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എത്ര വരുന്നത് പറയും, 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ. യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റണം കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിക്കണേ. 6 ടൈംസ് എ നാച്ചുറൽ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദി സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഗീവ്സ് 187. അപ്പോൾ 6 ടൈംസ് ഓഫ് എ നാച്ചുറൽ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദി സ്ക്വയർ ഓഫ് ദാറ്റ് നാച്ചുറൽ നമ്പർ ഗീവ്സ് 187. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒരു നാച്ചുറൽ നമ്പറിൻ്റെ 6 ടൈംസിൽ നിന്ന് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് 6 ടൈംസ് മൈനസ് ചെയ്തു. 6 ടൈംസ് ആ നാച്ചുറൽ നമ്പർ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എടുക്കാം, നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു x എന്ന് കൺസിഡർ ചെയ്യാം. ഇനി
when 6 times of natural number subtracted from square of that number, that is 6x മൈനസ് ചെയ്തത് ആ നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് കേട്ടോ, then it become 187 കേട്ടോ. 187 ആൻസർ കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഫൈൻഡ് ദ നമ്പേഴ്സ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കി, x² മൈനസ് 6x, ഇവിടെയും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നമുക്കൊരു നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ചെയ്യേണ്ടതുണ്ട്. ഏതാണോ ആ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്? ഇവിടെയുള്ള 6ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ. 6ൻ്റെ ഹാഫ് എത്ര? 3² ആഡ് ചെയ്യുക. ഇവിടെയും 3² ആഡ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 187 പ്ലസ് 9. വീണ്ടും x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 196 കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ 196 വരുന്നു. വീണ്ടും x മൈനസ് 3 ഹോൾ സ്ക്വയർ 196 ആണെങ്കിൽ x മൈനസ് 3 എന്ന് പറയുന്നത് എന്താ വരുന്നത്? റൂട്ട് 196. ഫൈനലി x മൈനസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 14 കേട്ടോ. വീണ്ടും ഇവിടെ നമ്മൾ പോസിറ്റീവ് എടുത്താൽ മതിയല്ലോ, നമ്പർ അല്ലേ? അങ്ങനെയാണോ? നമ്പറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് എടുക്കേണ്ടതില്ല. ദാറ്റ് ഈസ് x മൈനസ് 3 ഈസ് ഈക്വൽ ടു 14. x ഈസ് ഈക്വൽ ടു 14 പ്ലസ് 3, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 17. അപ്പോൾ ഈ 17 എന്ന് പറഞ്ഞ നമ്പറിനെ പറ്റിയാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. 6 ടൈംസ് ഓഫ് ദാറ്റ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ 17നെ പറ്റിയാണ് അവർ പറഞ്ഞതെല്ലാം എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ വേണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ കിട്ടൂലേ. അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. 4th ക്വസ്റ്റ്യൻ ഞാൻ നമ്പർ ഇടുന്നുണ്ട്. ആ നമ്പർ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ കോപ്പി ചെയ്യാൻ. അജയ് ഈസ് 10 years ഓൾഡർ ദാൻ രേണുക. അപ്പോൾ രേണുകയുടെ വയസ്സ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അജയുടെ വയസ്സ് എത്ര എന്ന് കൊടുക്കാം? എക്സ് പ്ലസ് 10 എന്ന് കൊടുക്കാം കേട്ടോ. അജയ് ഈസ് 10 years ഓൾഡർ ദാൻ രേണുക എന്നാണ് പറഞ്ഞത്. അജയുടെ വയസ്സ് രേണുകയെക്കാളും 10 years കൂടുതലാണ്. ഓക്കെ, ഇനി ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഈസ് 144 എന്ന് വെച്ചാൽ ഇവരുടെ വയസ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 144 ആണ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 144. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. x² പ്ലസ് 10x ഈസ് ഈക്വൽ ടു 144. ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏത് സ്ക്വയറാണ് ആഡ് ചെയ്യേണ്ടത് പറ? x² പ്ലസ് 10xനോട് കൂടെ 10ൻ്റെ ഹാഫിൻ്റെ സ്ക്വയറായ 5² ഇവിടെ ആഡ് ചെയ്യുക. 144നോട് കൂടെയും 5² പ്ലസ് ചെയ്യാം. സോ ഇനി നിങ്ങൾക്ക് കിട്ടിയ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈ സൈഡിലും ഈ സൈഡിൽ 144 പ്ലസ് 25, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടി കണ്ടോ. അവിടെ ഞാൻ നെഗറ്റീവ് എടുത്തിട്ടില്ല, കാരണം നെഗറ്റീവ് ഏജ് വരൂലല്ലോ, വയസ്സ് വരൂലല്ലോ, അതുകൊണ്ടാണ് നെഗറ്റീവ് എടുക്കാതിരുന്നത് കേട്ടോ. ദെൻ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 5നെ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ഈ 5നെ ഇവിടുന്ന് എടുത്തിട്ട് 13ന് ശേഷം എഴുതും. 13ന് ശേഷം എഴുതുമ്പോൾ പ്ലസ് 5 ആണ് അങ്ങോട്ട് കൊണ്ടുവന്നുള്ളതുകൊണ്ട് -5 ആയി. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ ആരുടെ ഏജാ? രേണുകയുടെ ഏജാണ് 8. അജയുടെ ഏജ് എത്ര വരിക അപ്പോൾ? 18. അപ്പോൾ ഇവരുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. ഞാനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 144 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഞാനൊന്ന് വായിക്കാം. എ സ്ക്വയർ ആൻഡ് ടു rectangles of same height are kept together in the picture. The width of the rectangle are 2 centimeter. Total area of the picture is 96 square centimeter. അപ്പോൾ ഇത് ഫിഗർ ഗിവൺ ആണല്ലോ. അപ്പോൾ ഫിഗർ ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഇതിൽ ഒരു സ്ക്വയർ ഇവിടെ ഞാൻ കാണിക്കാം. ആദ്യത്തേത് സ്ക്വയറും പിന്നത്തേത് 2 റെക്റ്റാങ്കിളും. അപ്പോൾ ശരിയല്ലേ? ഇനി ഇതിൽ ഈ സൈഡ് വരുന്നത് ഇത് എക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ എക്സുകളായിരിക്കും കേട്ടോ. ഇതെല്ലാം എക്സുകളാണ്.
പിന്നെ വരുന്നത് ഈ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എക്സ്, ബ്രെഡ്ത്ത് 2. അങ്ങനെ 2 റെക്റ്റാങ്കിളും ഒരു സ്ക്വയറുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ ഗിവൺ ഡീറ്റെയിൽസ്. അപ്പോൾ അതിന് മുമ്പേ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പിക്ചർ ഈസ് 96 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ക്ലാസ് ശ്രദ്ധിക്കും, ഈ ഇതിൻ്റെ ഏരിയ എന്താ വരിക? ഇതിൻ്റെ സൈഡൊക്കെ എക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ എക്സ് ആയ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ ഏരിയ എന്താ വരിക? എക്സ് സ്ക്വയർ കണ്ടോ, സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അപ്പോൾ അതേപോലെ ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലോ, ഇതിൻ്റെ ഏരിയ എന്താ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 2x കണ്ടോ, ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് 2. അപ്പോൾ എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x എന്ന് പറയാം. അതേപോലെ ഇവിടെ എന്താ വരുന്നത് പറയാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ഇൻറ്റു 2, ദാറ്റ് ഈസ് 2x കണ്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഏരിയ എന്താ ടോട്ടൽ ഏരിയ വരിക ഒന്ന് പറഞ്ഞു നോക്കിയേ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2x. ഇതാണ് 96 ആണ് അവർ പറഞ്ഞത്. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4x ആണ് അവർ പറഞ്ഞ 96 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ് ശ്രദ്ധിച്ചോ. ഈ ലെങ്ത്ത് ഇത് ടോട്ടൽ എത്ര ഉണ്ട്? എക്സ് പ്ലസ് 4. ഇത് എത്ര ഉണ്ട്? എക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും മതി, അപ്പോഴും ആൻസർ കിട്ടും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ബ്രെഡ്ത്ത് എക്സ്, ലെങ്ത്ത് എക്സ് പ്ലസ് 2 പ്ലസ് 2, അതായത് എക്സ് പ്ലസ് 4. ഇതാണ് 196 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 4x ഈസ് ഈക്വൽ ടു 96 കണ്ടോ. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് നമ്മളെ സ്ക്വയർ കംപ്ലീഷൻ, ഏതിൻ്റെ സ്ക്വയറാണ് ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യേണ്ടത് പറഞ്ഞു നോക്കി. 4ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 2 സ്ക്വയർ, ശരിയല്ലേ? ഈസ് ഈക്വൽ ടു 196 പ്ലസ് 2 സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഓ സോറി, ഇവിടെ ടോട്ടൽ ഏരിയ ഓഫ് ദി പിക്ചർ 96 ആണ് അല്ലേ? ഞാൻ 196 എന്ന് എഴുതിപ്പോയി, സോറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള 1 അങ്ങ് മൈനസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ റെഡി, ഒഴിവാക്കി. ശരി. അപ്പോൾ റെഡി. ദെൻ വീണ്ടും പറഞ്ഞോ, എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 96 പ്ലസ് 4, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 കണ്ടോ. when x plus 2 is equal to root of 100, that is x plus 2 is equal to 10. പോസിറ്റീവ് മതിയല്ലോ. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 2, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര വരുന്നത്? 1 സൈഡ് ഓഫ് ദി സ്ക്വയർ എത്രയാ? സൈഡെല്ലാം എക്സ് എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ എക്സ് എത്രയാ വരുന്നത്? 8 ആണ് വരുന്നത് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശരി, ഇനി ഞാൻ കുറച്ച് സ്പീഡ് പറയുന്നത് കുറേ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. അടുത്ത നോക്കിയാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരാം. വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 12 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ സൈഡ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 12 സെൻറ്റിമീറ്റർ ലോങ്ങർ ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈഡ് ഇതാ, ഷോർട്ടർ സൈഡ് നിങ്ങൾ എക്സ് എന്ന് എടുക്കുക, ലോങ്ങർ സൈഡ് എന്ത് ചെയ്യുക? അതിനോട് 12 ആഡ് ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയോ, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 864 ആണെന്നാണ് പറയുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞ് 864 കണ്ടോ ഏരിയ. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് 12x ഈസ് ഈക്വൽ ടു 864. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാഫിൻ്റെ സ്ക്വയർ പ്ലസ് ചെയ്യണം. സോ എക്സ് സ്ക്വയർ പ്ലസ് 12x പ്ലസ് 6 square is equal to 864 plus 6 square. Then x plus 6 all square is equal to 864 plus 36. X plus 6 all square is equal to 900. വീണ്ടും x plus 6 is equal to root of 900. 900ൻ്റെ റൂട്ട് എന്താ വരുന്നത്? പറയേ 30 അല്ലേ? x plus 6 is equal to പ്ലസ് ഓർ മൈനസ് 30. പോസിറ്റീവ് കൺസിഡർ ചെയ്താൽ മതി. സോ എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 30 എന്ന് എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 6, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 24 കണ്ടോ. എക്സ് ഈക്വൽ ടു 24 എന്ന ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത്ത് പറയാം. ലെങ്ത്ത് എന്താ വരിക? 24 പ്ലസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 36. ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ബ്രെഡ്ത്ത് പറ, നമ്മൾ കണ്ടുവച്ച എക്സ് ആണ് ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 24 കണ്ടോ. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ,
അതുമായി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് വരുമ്പോൾ the product of two consecutive multiples of 4 are 672. എന്താ ഈ മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞത്? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പറുകൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് തന്നെ. ഓക്കെ, ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ, റിമൈൻഡർ 0 വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും, x+4. വീണ്ടും 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. ഇനി ബാക്കോട്ട് പോവുകയാണെങ്കിൽ 4 മൈനസ് ചെയ്ത് പോയാലും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 4കളെല്ലാം കണ്ടെത്താം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തത് x × x+4 ഈസ് ഈക്വൽ ടു പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് 672 ആണ്. ശ്രദ്ധിക്കണം, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x² + 4x ഈസ് ഈക്വൽ ടു 672. വീണ്ടും x² + 4x പ്ലസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിൽ നിന്ന് നമ്മൾ സ്ക്വയർ കംപ്ലീഷനിലേക്ക് വരുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ആരാ? 4ന്റെ ഹാഫ് എത്ര? 2² പ്ലസ് ചെയ്യുക രണ്ട് സൈഡിലും 672 + 2². then here x+2 all square is equal to 672 + 4. വീണ്ടും x+2 all square is equal to 676 എന്ന് വരുന്നു. ഇവിടെ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. x+2 is equal to √676. x+2 is equal to 676ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 26 ആണ്. പ്ലസ് ഓർ മൈനസ് എടുക്കണം, കാരണം നമ്പറുകളാണല്ലോ. ശരിയല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 7 അവർ നോക്കി പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസിനെ പറഞ്ഞിട്ടുള്ളൂ, നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ x+2 ഈസ് ഈക്വൽ ടു എന്താ പറയുക 26 എന്ന് പറയാം, ഓർ x+2 ഈസ് ഈക്വൽ ടു -26 എന്ന് പറയാം. then x is equal to 26 - 2 or x is equal to -26 - 2, that is x is equal to 24. കണ്ടോ, ഒരു നമ്പർ കിട്ടി. or x is equal to -28. അപ്പോൾ നമുക്ക് എക്സേ കിട്ടിയിട്ടുള്ളൂ, ഒരു നമ്പറേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത രണ്ട് നമ്പർ ഉണ്ടാവുമല്ലോ, ഇതാ ഇതിൽ കൊടുക്കണ്ടേ, എന്നാലല്ലേ 2 നമ്പർ ആവുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഇത് നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ആദ്യം രണ്ടും പോസിറ്റീവ് ആക്കി ചെയ്താൽ 24, 28 കണ്ടോ. ഓർ ഇനി രണ്ടും നെഗറ്റീവ് ആക്കി പറയാം, -24 -28 കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇതിൽ കൊടുത്ത എഫക്റ്റ് ഇങ്ങനെ കിട്ടും. അപ്പോൾ എങ്ങനെ? രണ്ടും പോസിറ്റീവ് ആക്കി പറയാം, രണ്ടും നെഗറ്റീവ് ആക്കി പറയാം. അപ്പോൾ ഇത് എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് കിട്ടിയ വാല്യൂ ആയിരിക്കും. ചില കുട്ടികൾക്ക് ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഒരു കോംപ്ലിക്കേഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, പറ്റുന്ന ഒരു വാല്യൂ കൊടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, നോക്കി മനസ്സിലാക്കി ചെയ്യാം. ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് ഓഡ് നമ്പർ ഈസ് 143. മൾട്ടിപ്പിൾസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞത് അല്ലേ? കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 2 പ്ലസ് ചെയ്ത് അടുത്തതായി. ശരിയല്ലേ? അത് ഈവൻ നമ്പറിലും ഇത് തന്നെ പ്രത്യേകത, 2 പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, ഈ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് x × x+2. അവർക്ക് ആൻസർ എന്താ കിട്ടിയത് പറ? 143 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പം ഞാൻ ഇതിനൊന്ന് എക്സ്പ്രസ് ചെയ്യാണ്. x² + 2x ഈസ് ഈക്വൽ ടു 143. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ കംപ്ലീഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ കിട്ടുക പറയും? x² + 2x + 1². 2ൻ്റെ കൂടെയുള്ള എക്സിൻ്റെ കൂടെയുള്ള 2ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും പ്ലസ് ചെയ്യുന്നു. 143 + 1². ശരിയല്ലേ? then here x + 1 all square is equal to 144. that is x + 1 is equal to √144. x + 1 is equal to plus or minus 12. x + 1 is equal to 12 or അടുത്ത പറഞ്ഞോ x + 1 is equal to -12. that is x is equal to 12 - 1 or x is equal to -12 - 1. that is x is equal to 11 or x is equal to -13. കണ്ടോ? അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. രണ്ട് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല, അത് രണ്ടും എക്സുകളാണ്. ഈ ഇതിലെ ആദ്യത്തെ നമ്പറേ ആയിട്ടുള്ളൂ. therefore the numbers are നേരത്തെ പറഞ്ഞ പോലെ 11, 13. കണ്ടോ? രണ്ടും പോസിറ്റീവ് വെച്ച് പറയാം. ഓർ -11, -13. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ 8th ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 9th ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം. 9th ക്വസ്റ്റ്യൻ എഴുതാം.
ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണെങ്കിൽ ഒരെണ്ണം എക്സും മറ്റേത് എന്താ വരിക എക്സ് പ്ലസ് 8 ആണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താ വരുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി അവർക്ക് 384 എന്ന ആൻസർ കിട്ടി. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 8x ഈസ് ഈക്വൽ ടു 384. കണ്ടോ, ഇവിടെ നമുക്ക് എന്തിൻ്റെ സ്ക്വയറാണ് പ്ലസ് ചെയ്യേണ്ടത് പറഞ്ഞേ എക്സ് സ്ക്വയർ പ്ലസ് 8xനോട് കൂടെ 4 സ്ക്വയർ രണ്ട് സൈഡിൽ അങ്ങോട്ട് പ്ലസ് ചെയ്യാം. 384 പ്ലസ് 4 സ്ക്വയർ. കണ്ടോ, വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 384 പ്ലസ് 16. That is x plus 4 whole square is equal to 400. That is x plus 4 is equal to root 400. That is x plus 4 is equal to plus or minus 20. X plus 4 is equal to 20 or x plus 4 is equal to minus 20. That is x is equal to 20 minus 4 or x is equal to minus 20 minus 4. That is x is equal to 16 or x is equal to minus 24. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ എഴുതി വരണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം ഇത് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് വേണ്ടേ 16,24 കണ്ടോ, പോസിറ്റീവ് ആക്കി പറയാം. ഓർ -16,-24. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒക്കെ പ്രത്യേകത എന്താങ്ങൾ നോക്കിയോ, ഈ ചെയ്ത ക്വസ്റ്റ്യനുകളെല്ലാം ഒരേ മെത്തേഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളാണ് അല്ലേ, ഒരേ കൺസെപ്റ്റാണ് ഇതിലെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് അല്ലേ. അപ്പോൾ 10th ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സ് റെപ്രസെൻ്റ് എ നമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 10. എക്സ് റെപ്രസെൻ്റ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 8x. എക്സ് സ്ക്വയർ പ്ലസ് 8xനോട് കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും നോക്കാനില്ല, 8ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ. കണ്ടോ, കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ. ഇവർ പറയാണ് എക്സ് സ്ക്വയർ പ്ലസ് 8x ഈസ് ഈക്വൽ ടു 20 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 8x ഈസ് ഈക്വൽ ടു 20 ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിലും എക്സ് ഫൈൻഡ് ചെയ്യണം. സ്ക്വയർ കംപ്ലീഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 പ്ലസ് 4 സ്ക്വയർ. ദെൻ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 പ്ലസ് 16. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു റൂട്ട് 36. എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു plus or minus 6. X plus 4 is equal to 6 or x plus 4 is equal to minus 6. That is x is equal to 6 minus 4 or x is equal to minus 6 minus 4. That is x is equal to 2 or x is equal to minus 10. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, 2 അല്ലെങ്കിൽ -10 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ ചോദിച്ചത് വിച്ച് ആർ ദ നമ്പേഴ്സ് എന്ന് അത്രേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി, കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 11ൽ ഇവർ പറഞ്ഞത് ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. നോക്കൂ, 6, 10, 14 എക്സെട്ര വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സോ ഡി ഈസ് ഈക്വൽ ടു 4 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് starting from the first make an arithmetic sequence starting from the first the term gives the sum 510. ഇതിൽ എത്ര ടേമുകൾ ആഡ് ചെയ്യുമ്പോഴാണ് 510 വരുന്നതെന്ന്. സോ 6 പ്ലസ് 10 പ്ലസ് 14 പ്ലസ് എക്സെട്ര ഇങ്ങനെ ആഡ് ചെയ്ത് പോയി കുറേ അങ്ങ് എത്തിയപ്പോൾ അവർക്ക് എന്താ ആൻസർ കിട്ടിയത്, 510 ആൻസർ കിട്ടി. ഓക്കെ, 510 ആൻസർ കിട്ടി. മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എൻ്റെ ക്ലാസ് കേട്ടവർക്ക് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞു തന്നിരുന്നു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകളുടെ സമ്മ വന്നാൽ ഈ ഇക്വേഷൻ അങ്ങ് എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, d/2n² പ്ലസ് f-d/2n എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സമ്മ് കാണാൻ വേണ്ടി ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. നിങ്ങൾ നോക്കിയാൽ ഡി കൊടുക്കാം, ഡിയുടെ വാല്യൂ എത്രയാണ്, 4 ആണ് അല്ലേ. അപ്പോൾ സോ 4/2n² പ്ലസ്
6 മൈനസ് ഡി ബൈ ടു ദാറ്റ് ഈസ് 4/2n ആ ഇക്വേഷനിൽ കൊടുത്താട്ടോ ഈസ് ഈക്വൽ ടു എസ് എൻ എന്ന് പറഞ്ഞാൽ സമ്മ് 510 കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഇതാ സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 2n സ്ക്വയർ കേട്ടോ, 2n സ്ക്വയർ പ്ലസ് 6 മൈനസ് 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 6 മൈനസ് 2n ഈസ് ഈക്വൽ ടു 510. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ 2n സ്ക്വയർ പ്ലസ് 4n ഈസ് ഈക്വൽ ടു 510. വീണ്ടും ഇതിൻ്റെ ഹാഫ് എല്ലാത്തിനെയും ഹാഫ് ആക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ നിങ്ങൾ അപ്പോൾ എന്താ വരിക, n സ്ക്വയർ പ്ലസ് 2n ഈസ് ഈക്വൽ ടു 255 എന്ന് കിട്ടി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിൽ. എന്താ പ്രശ്നം? പ്രശ്നം എന്തോ ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല അല്ലേ, ഒന്നുമില്ല, നേരെ അങ്ങ് ചെയ്യാനേ ഉള്ളൂ. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് നോക്കൂ 2ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എന്താ 1 സ്ക്വയർ കേട്ടോ. 255 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് n പ്ലസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 256 എന്ന് കിട്ടും. ശരിയല്ലേ? ദെൻ ഇനി ഇവിടെ എഴുതാം n പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 256. ഇവിടെ എണ്ണമാണ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് എടുത്താൽ മതി കേട്ടോ. n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 16 അല്ലേ, 16 ആണ് ആൻസർ വരിക, 16. അപ്പോൾ n പ്ലസ് 1 16 ആണെങ്കിൽ n എന്താ വരുന്നത് 16 മൈനസ് 1 ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 15. അപ്പോൾ ഇവിടെ നമുക്ക് n കിട്ടിയത് എന്തെങ്ങനെയാണ് 15 ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് 510 വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. മനസ്സിലായില്ലേ? സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ട ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ബാക്കിയുള്ളടത്ത് ഉപയോഗിച്ചുകൂടാന്നല്ല, എല്ലായിടത്തും ഉപയോഗിക്കാം. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ വേഗം ആൻസർ കിട്ടും, അതാണ് നല്ലത്. ബാക്കിയുള്ള ചാപ്റ്ററിലൊന്നും നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ലല്ലോ, അരിത്തമാറ്റിക് സീക്വൻസിൽ ഇതല്ലല്ലോ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലത്. അവിടെ നല്ലത് ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. ഇവിടെ തൽക്കാലം ഇത് ഉപയോഗിച്ചോളൂ, എന്നാൽ വേഗം ആൻസർ കിട്ടും കേട്ടോ. ശരി, ഇനി നമുക്ക് എത്രാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്യേണ്ടത്. 12th ക്വസ്റ്റ്യൻ എന്താണ്? 8 ഈസ് ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഗീവ്സ് 128. എങ്ങനെയാ? 8 ഈസ് ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഈവൻ നമ്പറുകളാണ്, ഒന്ന് എക്സും എക്സ് പ്ലസ് 2. ഇതിൻ്റെ പ്രൊഡക്റ്റിനോട് കൂടെ 8 ആഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് നോക്കൂ നിങ്ങൾ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇതിനോട് കൂടെ 8 ആഡ് ചെയ്തു കണ്ടോ. 8 ഈസ് ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഗീവ്സ് 128 കേട്ടോ. ഇനി ഇതൊന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2x കണ്ടോ, 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 128. ഒരു രക്ഷയില്ല കേട്ടോ. ഈ 8 എന്ന് പറയുന്നത് 2ൻ്റെ ഈ നമ്പറിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എങ്ങാനാണോ? അല്ല, എന്നാൽ പിന്നെ 8 അങ്ങോട്ട് കൊണ്ടുപോയിക്കളി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 128 മൈനസ് 8 കണ്ടോ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 128 എന്ന് 8 മൈനസ് ചെയ്താൽ എന്താ വരിക? 120 കണ്ടോ. വീണ്ടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തുകൂടെ? നമുക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 120 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 120 പ്ലസ് 1. വീണ്ടും എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 121 ദാറ്റ് ഈസ് എക്സ് പ്ലസ് സ്ക്വയർ ആട്ടോ. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 121. വീണ്ടും എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 121 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 11. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഈവൻ നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞുള്ളൂ, രണ്ടും എടുക്കണം. 11 or x plus 1 is equal to minus 11, that is x is equal to 11 minus 1, or x is equal to minus 11 minus 1, that is x is equal to 10 or x is equal to minus 12. ഇന്നലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ the numbers are 10 comma 12 or minus 10 comma minus 12 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പറുകളായി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എത്ര വരുന്നത്? 13 ആണ് വരുന്നത് കേട്ടോ. 13th ക്വസ്റ്റ്യൻ. അപ്പോൾ 13th ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ചെറിയൊരു മാറ്റം ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13. Find the length of the sides of a rectangle whose perimeter is 80 and area is 351. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
പെരിമീറ്റർ 80 ആണെന്നും ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു 351 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് സൈഡ് എത്രയാണെന്ന് ചോദിക്കും, ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡ്, അതായത് രണ്ടാമത് ഒന്ന് ചെയ്തുതരും, ആ മെത്തേഡ് ചെയ്യാം. അത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയാവുന്ന മെത്തേഡിൽ അങ്ങ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിൾ 2 രീതിയിൽ ചെയ്തുതരിക. ലെങ്ത്തും ബ്രെഡ്ത്തും ചോദിച്ചാൽ റൈറ്റ് സൈഡിലുള്ള മെത്തേഡ് ചെയ്യാം. അല്ലാതെ നേരിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഇല്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തന്ന ക്വസ്റ്റ്യനിൽ ഒന്നും ചോദിച്ചില്ല, നേരെ ആൻസർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ 80 ആണല്ലോ. പഠിച്ചു വെച്ചോളി. 80യുടെ ഹാഫിൻ്റെ ഹാഫ് എത്ര? 80യുടെ ഹാഫിൻ്റെ ഹാഫ് 40, 40യുടെ ഹാഫ് 20, ശരിയല്ലേ? 80യുടെ ഹാഫ് 40, 40യുടെ ഹാഫ് എത്ര? 20. അപ്പം നിങ്ങൾ ലെങ്ത് എടുക്കേണ്ടത് 20 + x എന്നും ബ്രെഡ്ത്ത് എടുക്കേണ്ടത് 20 - x എന്നും എടുക്കുക. അപ്പോൾ ചെയ്ത് മനസ്സിലായോ? പെരിമീറ്റർ എത്രയാണോ അതിൻ്റെ ഹാഫിൻ്റെ ഹാഫ് എടുക്കുക, എന്നിട്ട് +x എന്ന് എഴുതിയിട്ട് ലെങ്ത്തിനും കൊടുക്കുക, -x എന്ന് എഴുതിയിട്ട് ബ്രെഡ്ത്തിനും കൊടുക്കുക. ക്ലിയർ? എന്നിട്ട് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത് എത്രയാ പറയും? 20 + x കണ്ടോ, ബ്രെഡ്ത്തോ 20 - x. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ വരുന്നു. വീണ്ടും 20 + x ഇൻറ്റു 20 - x ഈസ് ഈക്വൽ ടു ഏരിയ, ദാറ്റ് ഈസ് 351. ഇനി ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്. ആ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇക്വേഷൻ മറ്റൊന്നുമല്ല, നോക്കിയോ, a+b ഇൻറ്റു a - b എന്ന് എവിടെ കണ്ടാലും അതിൻ്റെ ആൻസർ വരുന്നത് a² - b² എന്നാണ്. അങ്ങനെയാണെങ്കിൽ 20 + x ഇൻറ്റു 20 - x എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കി. ദാറ്റ് ഈസ് 20² - x², ദാറ്റ് ഈസ് ഈക്വൽ ടു 351. വാട്ട് ഈസ് 20²? 20യുടെ സ്ക്വയർ എന്താ? 400 - x² ഈസ് ഈക്വൽ ടു 351. ഇനി -x² പിടിച്ചിട്ട് റൈറ്റ് സൈഡിൽ ഇടുമ്പോൾ 351 പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. സോ 400 - 351 ഈസ് ഈക്വൽ ടു x². സ്ക്വയർ പോസിറ്റീവായി. ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, അപ്പോൾ 49 ബാക്കി വരും. 49 ഈക്വൽ ടു x². കണ്ടോ, x² 49 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? √49. √49 നിങ്ങളിപ്പോൾ തൽക്കാലം പോസിറ്റീവ് എടുത്താൽ മതി, 7 കിട്ടുന്നു. ആ 7 നമ്മൾ 20x നമ്മൾ നോക്കി, 20 + x സ്ഥാനത്ത് x പകരം കൊടുത്താൽ ലെങ്ത്തായി. അപ്പോൾ ലെങ്ത്ത് എന്താ വരിക പറയും? 27. ബ്രെഡ്ത്തോ 20 - 7. 20 - 7 എത്ര? 13. 20 + 7 27. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തുമായി. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ചെയ്ത് മനസ്സിലാക്കണേ, ഈ മെത്തേഡ് ചെയ്യാം. ഇനി അഥവാ ഇത് അങ്ങനെ അല്ല ചോദിച്ചെങ്കിൽ അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ചോദിച്ചാൽ അതുകൊണ്ട് ഇനി ഈ മെത്തേഡിലേക്ക്, അടുത്ത മെത്തേഡിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ ചെയ്ത മെത്തേഡ് മനസ്സിലായില്ലേ? ഒന്ന് ഓർത്ത് വെക്കുക, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. 13 കഴിഞ്ഞിട്ട് 14. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് ചെയ്യുന്നത്. നോക്കിയോ, 14th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഹാൾ ഈസ് 5 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. റെക്ടാങ്കുലർ ഹാളിൻ്റെ അത് വേറെ ടൈപ്പാട്ടോ. ഇതിൻ്റെ ബ്രെഡ്ത്ത് x എടുക്കുമ്പോൾ ലെങ്ത്ത് x + 5 ആണെന്ന്. 5 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാ പറഞ്ഞ്. ഡയഗണൽ ഈസ് 10 മീറ്റർ. അതാ ഈ ഡയഗണൽ, ഇതാണ് 10 മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ടേക്കിംഗ് ദ ബ്രെഡ്ത്ത് ആസ് x, റൈറ്റ് ദ മെഷർ ഓഫ് ദി ലെങ്ത് ആൻഡ് ഡയഗണൽ x ഇൻ ടേംസ് ഓഫ് x ഒക്കെ നമ്മൾ എഴുതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഹോൾ. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്ന വാല്യൂസ് വെച്ചുകൊണ്ട് നമ്മളോട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാണുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ശരിയാണ് അല്ലേ? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയറും എക്സിൻ്റെ സ്ക്വയർ, അതായത് ഹൈറ്റിൻ്റെ സ്ക്വയറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10ൻ്റെ സ്ക്വയറായി. ഒന്ന് പറഞ്ഞു നോക്കി, x + 5 ഹോൾ സ്ക്വയർ കണ്ടോ, x + 5 ഹോൾ സ്ക്വയർ + x² ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പോകട്ടോ. x + 1 ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യട്ടെ, ഇതിൻ്റെ ചോട് എഴുതാം. x² + 2 × 1 × x, ദാറ്റ് ഈസ് 2x + 1 സ്ക്വയർ ഉണ്ടോ. അതേപോലെ x + 2 ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കിയേ, x² + 2 × 2 × x കണ്ടോ, 4x പിന്നെ അവസാനത്തെ 2ൻ്റെ സ്ക്വയർ.
ഒന്നുകൂടി എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് 2 × 3x ദാറ്റ് ഈസ് 6x പ്ലസ് 3 സ്ക്വയർ ഉണ്ടോ. ഒരെണ്ണം കൂടി എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഒന്ന് പറഞ്ഞു നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് പറയും 2 × 4x ദാറ്റ് ഈസ് 8x പ്ലസ് 4ൻ്റെ സ്ക്വയർ ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഒന്ന് പറഞ്ഞു നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് 2 × 5x ദാറ്റ് ഈസ് 10x പ്ലസ് 5 സ്ക്വയർ ഉണ്ടോ. പിന്നെ കൂടെ ഒരു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ ഉണ്ടോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറോട് എത്ര എക്സ് സ്ക്വയർ ആയി 2x സ്ക്വയർ ആയി. പിന്നെ എന്താ ബാക്കിയുള്ളത് 10x. പിന്നെ 5 സ്ക്വയർ എന്താ 25 ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ എന്താ 100. വീണ്ടും നോക്കിയാൽ നിങ്ങൾ 2x സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25 ഈസ് ഈക്വൽ ടു 100 എന്നുള്ളിടത്തേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്യാം. ഈ 25നെ പിടിച്ചിങ്ങാണ്ട് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പറഞ്ഞോ എന്താ സംഭവിക്കുക 100 മൈനസ് 25 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് 2x സ്ക്വയർ പ്ലസ് 10x ഈസ് ഈക്വൽ ടു 75. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ പറ്റൂ. എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ പഠിച്ചോളി, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആയിരിക്കണം. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 അല്ല 2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സ്ക്വയർ കംപ്ലീഷൻ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ പോസിബിൾ അല്ല. പിന്നെ നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട്, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു 90% ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലും ബാക്കിയുള്ള പാർട്ട് ചെയ്യുന്നത് പോളിനോമിയൽ ചാപ്റ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ചാപ്റ്ററോട് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം പോളിനോമിയൽ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാവട്ടെ, അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ബാക്കി പഠിച്ചോളും കേട്ടോ. ഏതായാലും സ്ക്വയർ കംപ്ലീഷൻ ഇത് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, ചെയ്യാം. പക്ഷേ ഹാഫൊക്കെ വരുമ്പോൾ പിന്നെ 75ൻ്റെ ഹാഫൊക്കെ എടുക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട, അവിടെ എത്തുമ്പോൾ ഈ മെത്തേഡോട് ചേർത്ത് പഠിച്ചോളൂ കേട്ടോ. ശരി, അപ്പോൾ ഇത് ചിലത് ഹാഫ് കിട്ടുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് ചെയ്തോളുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14 കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത് 15 ആണ്. 15th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ ദി അതർ. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ ദി അതർ എന്നാണ് പറഞ്ഞത്. ഈ സൈഡ് എക്സും ഈ സൈഡ് എക്സ് പ്ലസ് 2 എടുക്കാം. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന സൈഡുകളെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി 2 മോർ ദാൻ ദി അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 24. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിൻ്റെ ഏരിയ 24 ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ആണ്, ഹൈറ്റ് എക്സ് പ്ലസ് 2 ആണ്. ഇത് നമുക്ക് ഏരിയ 24 ആണെന്ന് ഗിവൺ ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡിവൈഡഡ് ബൈ 2ൽ 1/2 ഡിവൈഡഡ് ബൈ 2നെ റൈറ്റ് സൈഡിലോട്ട് മാറ്റുക. അപ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 എന്നാവുന്നു. 1 നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇതിനെ എക്സിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനാണല്ലോ. എക്സ് ഇൻറ്റു എക്സ് എന്താ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 എന്താ 2x ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 48. പിന്നെ നമ്മൾ സ്ക്വയർ കംപ്ലീഷനിലേക്ക് ചാടി കണ്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 48 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 49 ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7. എന്തുകൊണ്ടാണ് പോസിറ്റീവ് മാത്രം എടുത്തതെന്ന് മനസ്സിലായില്ലേ? ലെങ്ത് ആണ് കേട്ടോ. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 6. 6 എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, ലെങ്തോ 8, സോറി ബേസും ഹൈറ്റും കേട്ടോ, ബേസും ഹൈറ്റും. അപ്പോൾ 6ഉം 8ഉം ആണ് ബേസും ഹൈറ്റും ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബേസ് ഹൈറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ എന്ന് പറഞ്ഞായിട്ട് കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളാണത്. ഓക്കെ, 16th കഴിഞ്ഞാൽ പിന്നെ 15th കഴിഞ്ഞാൽ പിന്നെ 16th ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 80 ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 384. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അത് രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്തു തരാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 80 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്തിനാണോ പെരിമീറ്റർ എന്ന് പറയാം കണ്ടോ. 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് പെരിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 2 ഇൻറ്റു വാട്ട് ഈസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്? അറിയില്ലല്ലോ. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ദാറ്റ് ഈസ് 80. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് മാത്രം എന്താ ഉണ്ടാവുക? 80 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 40 എന്ന് പറയാം.
കണ്ടോ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 40. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോ, ലെങ്ത്ത് നിങ്ങൾ എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കും, ഇവിടെ എഴുതാം ലെങ്ത്ത് എക്സ് എന്ന് എടുത്തു എന്നുണ്ട് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്താ വരിക പറയും 40 മൈനസ് എക്സ്. ഒന്നുകൂടെ നോക്കി, ലെങ്ത്തും ബ്രെഡ്ത്തോട് ആഡ് ചെയ്യുമ്പോൾ 40, ലെങ്ത്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് 40 മൈനസ് എക്സ്. പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്പർ വേറെ ഏത് വന്നാലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ കിട്ടണം, മനസ്സിലായല്ലോ? ശരി, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പറയാം. അപ്പോൾ ഞാൻ ലെങ്ത്ത് എക്സ് എന്ന് എടുത്തല്ലോ, ബ്രെഡ്ത്ത് എന്താ എടുക്കുന്നത് 40 മൈനസ് എക്സ് എന്ന് എടുത്തു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഏരിയ ദാറ്റ് ഈസ് 384. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതാണ് എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 384. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, 40x പിന്നെ ഇതിനതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 384. ദെൻ ഇതൊന്ന് ഓർഡർ ആക്കി പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 40x ഈസ് ഈക്വൽ ടു 384. അതായത് മൈനസ് ഉള്ള ആദ്യം എഴുതി, മറ്റേത് അതിന് ശേഷം എഴുതി. ഇനി ഞാനിവിടെ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. എല്ലാത്തിനെയും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എ നെഗറ്റീവ്. ഓക്കെ, ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലത്തെ സ്റ്റെപ്പിൽ നെഗറ്റീവ് ഉള്ള ടേമിന് പോസിറ്റീവും പോസിറ്റീവ് ഉള്ള ടേമുകളെല്ലാം എന്താവും നെഗറ്റീവായിട്ട് മാറുന്നു. സോ എക്സ് സ്ക്വയർ മൈനസ് 40x കണ്ടോ, ചിഹ്നം മാറുന്ന കണ്ടോ, മൈനസ് 384 കണ്ടോ, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. എന്തിനാന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിൻ്റെ മുമ്പിൽ എപ്പോഴും എന്തേ പാടുള്ളൂ, പോസിറ്റീവ് 1 പാടുള്ളൂ, പ്ലസ് 1 പാടുള്ളൂ. ഇവിടെ നേരത്തെ -1 അതിൻ്റെ മുകളിൽ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നാലേ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പാടുള്ളൂ. സോ ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷനിലേക്ക് വരാം. എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 20 സ്ക്വയർ കണ്ടോ, 40യുടെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്തു, മൈനസ് 384 പ്ലസ് 20 സ്ക്വയർ. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് 20 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 384 പ്ലസ് 400 കണ്ടോ, 20യുടെ സ്ക്വയർ 400. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് 20 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 384 400 ആഡ് ചെയ്ത് എന്താ വരിക 16. ദെൻ എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16, ദാറ്റ് ഈസ് എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 കണ്ടോ, രണ്ടെണ്ണമായി. ഇവിടെ നിങ്ങൾ രണ്ടും എടുത്തോളി. ദാറ്റ് ഈസ് എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു 4 ഓർ എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു മൈനസ് 4. വീണ്ടും എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 20 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് 20, മൈനസ് 4 പ്ലസ് 20. വീണ്ടും ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ 4 പ്ലസ് 20 എന്ന് വരുന്നത് 24 കണ്ടോ. ഓർ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് 20 എന്താ വരുന്നത് 16. അപ്പോൾ ഇവർ പറഞ്ഞ ഏരിയ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ശ്രദ്ധിക്കണേ, രണ്ട് എക്സ് കിട്ടിയില്ലേ, അതിൽ വലുത് ലെങ്ത്തും ചെറുത് എന്തായിരിക്കും ബ്രെഡ്ത്തും ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ സോൾവ് ചെയ്യാനൊന്നും പോകണ്ട, നേരിട്ട് അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി, അത് കറക്റ്റ് ആയിരിക്കും. ലെങ്ത്ത് ബ്രെഡ്ത്ത് 16 കണ്ടോ, ഇത് കറക്റ്റ് വാല്യൂസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇതൊക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഞാൻ നേരത്തെ ചെയ്തു തന്നിരുന്നു. ഇതേപോലെ എന്താ പറയുക, ഹാഫിൻ്റെ ഹാഫ് എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ചോ, ഇങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എത്ര അതുപയോഗിച്ച് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് വരുന്നത് പറ. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 ഞാനൊന്ന് ചെയ്യാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഷേപ്പ്ഡ് സ്വിമ്മിംഗ് പൂൾ ഈസ് 120. അപ്പം ഞാൻ ഇത് ആദ്യത്തെ മെത്തേഡ് തന്നെ ചെയ്യുന്നത് കേട്ടോ. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ സ്വിമ്മിംഗ് പൂൾ ഈസ് 120. അപ്പോൾ 120യുടെ ഹാഫ് 60, 60യുടെ ഹാഫ് 30. അപ്പോൾ 30 പ്ലസ് എക്സ് ഇവിടെ കൊടുക്കുക, 30 മൈനസ് എക്സ് ഇവിടെ കൊടുക്കുക കണ്ടോ, 30 മൈനസ് എക്സ്. എന്തോ ഒരു എളുപ്പമുണ്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 896 896 896. അതായത് 30 പ്ലസ് എക്സ് ഇൻറ്റു പറഞ്ഞ അടുത്ത് എന്താ വരിക 30 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പറഞ്ഞൂടി. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എത്ര 896. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, നേരത്തെ ഞാൻ ഇക്വേഷൻ പറഞ്ഞു, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 30 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 896. വീണ്ടും 30യുടെ സ്ക്വയർ എത്ര 3 × 3 9ഉം 2 0യും കേട്ടോ. 900 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 896.
ഈ 896 ഇങ്ങോട്ട് വരുന്നു, ഈ മൈനസ് എക്സ് സ്ക്വയറിനെ റൈറ്റ് സൈഡിലോട്ട് മാറ്റുന്നു. സോ 900 മൈനസ് 896 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടുന്നു. 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ. തിരിച്ചു പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? 4. എക്സ് ഈസ് ഈക്വൽ ടു √4. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 2. പോസിറ്റീവ് എടുത്താൽ മതി. ആ 2 എടുത്തിട്ട് എവിടെ കൊടുക്കുക? ഇതാ മുകളിലുള്ള 30 പ്ലസ് എക്സിന് പകരം കൊടുക്കുക. 32ഉം മറ്റേ 30 മൈനസ് എക്സിന് പകരം 2 കൊടുക്കുക. സോ 28ഉം കിട്ടും. അപ്പോൾ 32, 28 ഇത് രണ്ടുമാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. മനസ്സിലായോ? അപ്പോൾ അതൊരു ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാം. ഇനി അപ്പോൾ ഞാനിപ്പോൾ എത്ര എണ്ണം ചെയ്തു? 17th ക്വസ്റ്റ്യൻ വരെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 18th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇതേപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് വരുന്നത്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26. അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 40. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ കിടക്കുന്നത് വെച്ചാൽ 26ൻ്റെ ഹാഫ് എടുക്കൽ നടക്കൂല അല്ലേ? ഡെസിമൽ വന്നു. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നാൽ ഞാൻ മുമ്പ് പഠിപ്പിച്ച മെത്തേഡ് ഉപയോഗിക്കുക. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പറ പെരിമീറ്റർ അല്ലേ? വീണ്ടും 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് പെരിമീറ്റർ? എന്താ പെരിമീറ്റർ വരുന്നത്? 18 അല്ലേ ക്വസ്റ്റ്യൻ? പെരിമീറ്റർ വരുന്നത് 26. ഓക്കെ, 26 ആണ് പെരിമീറ്റർ വരുന്നത്. വീണ്ടും അപ്പോൾ 26 പെരിമീറ്റർ ആണെന്ന് പറയുമ്പോൾ 26 ആണ് കേട്ടോ. 26. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താ വരുന്നത്? 26 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 13 കേട്ടോ. ലെങ്ത്തും ബ്രെഡ്ത്തോട് ആഡ് ചെയ്യുമ്പോൾ 13 ആണ്. നിങ്ങൾ ലെങ്ത്ത് എക്സ് എന്ന് എടുത്തോളി. അങ്ങനെയാണ് ബ്രെഡ്ത്ത് എന്താ വരിക? 13 മൈനസ് എക്സ് കേട്ടോ. അപ്പോൾ സോ ഇവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ഇവിടെ 13 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണോ അവർക്ക് 40 സ്ക്വയർ സെൻറ്റിമീറ്ററിന് പിന്നെ ഏരിയ കിട്ടിയത്. ഓക്കെ, സോ ഞാനിവിടെ ഇതാണ് എക്സ് ഇൻറ്റു 13 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 40 കണ്ടോ. വീണ്ടും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 13, ദാറ്റ് ഈസ് 13x. എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 40 കണ്ടോ. ഇനി ഇതൊന്ന് ഓർഡർ ആക്കുക. ആദ്യം മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 13x ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 40. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ മൈനസ് കൊണ്ട് തുടങ്ങുന്നത് ശരിയാവില്ല. കാരണം സ്ക്വയർ കംപ്ലീഷൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലാത്തതൊക്കെ പ്രശ്നങ്ങളാണ്. നല്ലത് എപ്പോഴും തുടങ്ങുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റി ചെയ്യുന്ന കേട്ടോ. അപ്പോൾ സോ ഞാനിവിടെ എല്ലാത്തിനും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൈനസ് എല്ലാം പ്ലസും പ്ലസ് എല്ലാം എന്താവും? മൈനസ് ആവും. അങ്ങനെ വരുമ്പോൾ പറഞ്ഞേ എക്സ് സ്ക്വയർ മൈനസ് 13x ഈസ് ഈക്വൽ ടു മൈനസ് 40. 40. ഓക്കെ, അപ്പോഴേ പിന്നെ സ്ക്വയർ കംപ്ലീഷൻ പെട്ടു. കാരണം എന്താ? ഹാഫിൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യൽ നടക്കുമോ? ഇല്ല. നടക്കുമോ നിങ്ങൾക്ക്? ഒരിക്കലും നടക്കില്ല. കാരണം എക്സിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ നമുക്ക് ആഡ് ചെയ്യൽ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യൽ പോസിബിൾ അല്ല. ഞാൻ ഏതായാലും പോളിനോമിയൽ ചാപ്റ്ററിലുള്ള ഒരു സ്റ്റെപ്പ് ഞാനിവിടെ എഴുതുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിൽ അത് പെടുന്നില്ല. അപ്പോൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. 13x മൈനസ് 40 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 40 ഈസ് ഈക്വൽ ടു 0. ഇനി ഒന്ന് സ്പീഡ് പറയാൻ പറ്റുമോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 40യും ആഡ് ചെയ്യുമ്പോൾ മൈനസ് 13ഉം വരുന്ന രണ്ട് നമ്പർ പറയും. എങ്ങനെയാ? മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 40, ആഡ് ചെയ്താൽ മൈനസ് 13. രണ്ട് നമ്പർ പറയും. -5ഉം -8ഉം ശരിയല്ലേ? -5 ഇൻറ്റു -8 പ്ലസ് 40. -5ഉം -8ഉം കൂടെ ആഡ് ചെയ്താൽ -13. ഇതിൻ്റെ മുമ്പിൽ ഒരു എക്സ് ഇടുക, ഇതിൻ്റെ മുമ്പിൽ ഒരു എക്സ് ഇടുക, ഇതൊരു ബ്രാക്കറ്റ് ചെയ്ത വർക്ക് നോക്കി വെച്ചോളി. ഈക്വൽ ടു 0. അപ്പോൾ x - 5 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 5. അതേപോലെ x - 8 ഈക്വൽ ടു 0. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് 0 ആവാം, അല്ലെങ്കിൽ ഓരോന്ന് 0 ആവാം. എന്തായാലും നമുക്ക് സാധ്യത വരുന്നത് x - 5 ഈക്വൽ ടു 0 ഓർ x - 8 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 5 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഏതൊക്കെയാണ്? 5ഉം 8ഉം. അതിലൊന്ന് ലെങ്ത്തും ഒന്നെന്താണ്? ബ്രെഡ്ത്താണ്. ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 8, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 5.
അപ്പോൾ സെക്കൻഡ് ടേം എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം സെക്കൻഡ് ടേം എക്സാമിൽ പോളിനോമിയലിലെ ക്വസ്റ്റ്യനൂടെ വരുമല്ലോ. അപ്പോൾ ഇത് രണ്ടുകൂടെ വരുമ്പോൾ എന്തായി വന്നു. ഫസ്റ്റ് ടേമിലാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ വെച്ച് നിർത്താം. ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനെ തരികയുള്ളൂ കേട്ടോ. ശരി എന്നാൽ അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ് ചെയ്യാൻ പോകുന്നത്. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് വായിച്ചു നോക്കി. വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 2 cm മോർ ദാൻ ദി അതർ. ദി ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 24. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. ഓക്കെ, in a right triangle, the perpendicular sides of a right triangle is 2 cm more than the other. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മുമ്പ് വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അല്ലേ, പെർപെൻഡിക്കുലർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 2 cm മോർ ദാൻ ഏരിയ 24 ആണ്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളി, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 15 എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നോക്കി ചെയ്തോ. സോ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരാം. 20th ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ. ഇറ്റ്സ് ലാർജർ സൈഡ് ഈസ് 8 meter ലോങ്ങർ ദാൻ ദി സ്മോളർ സൈഡ്. ഇറ്റ്സ് ഏരിയ ഓഫ് ദ ഗാർഡൻ ഈസ് 180. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദി റെക്ടാങ്കിൾ ഗാർഡൻ അല്ലേ. അപ്പോൾ റെക്ടാങ്കുലർ ഗാർഡൻ്റെ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും പറ്റിയാണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്. ദ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ. ദ ലാർജർ സൈഡ് ഈസ് 8 meter ലോങ്ങർ ദാൻ ദി സ്മോളർ സൈഡ്. സ്മോളർ സൈഡ് എക്സ് ആണെങ്കിൽ ലാർജർ സൈഡ് വരുന്നത് x+8 ആണ് കണ്ടോ, x+8. ദെൻ ഏരിയ ഓഫ് ദ ഗാർഡൻ ഈസ് 180 ആണ് ഏരിയ വരുന്നത്. നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. x × x+8 ഈസ് ഈക്വൽ ടു 180. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വായിച്ചാൽ x² + 8x ഈസ് ഈക്വൽ ടു 180. വീണ്ടും x² + 8x + 8ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 4² ഈസ് ഈക്വൽ ടു 180 പ്ലസ് അതേ 4² ഇവിടെ ആഡ് ചെയ്യുന്നു. ദെൻ x+4² ഈസ് ഈക്വൽ ടു 180 + 16 ദാറ്റ് ഈസ് x+4² ഈസ് ഈക്വൽ ടു 196. x+4 ഈസ് ഈക്വൽ ടു √196. x+4 ഈസ് ഈക്വൽ ടു +or-14. പോസിറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് x+4 ഈസ് ഈക്വൽ ടു 14. x ഈസ് ഈക്വൽ ടു 14 - 4 ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 10. x ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഇത് 10ഉം മറ്റേത് എന്താ വരിക 18 ആണ് വരിക. അതായത് ബ്രെഡ്ത്തും ലെങ്ത്തും നമുക്ക് കിട്ടിയെന്നർത്ഥം. മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ. മറ്റേത് ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. അത്യാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളി, ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഇനി നമ്പർ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതിയിടാം. 9895214524 നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാം. ചാപ്റ്ററിൻ്റെ പേര് എഴുതി വിടണം, ഏത് ചാപ്റ്ററിനാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.